കലാശക്കൊട്ടിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ അരയും തലയും മുറുക്കി കാസർകോട്ടെ സ്ഥാനാർത്ഥികൾ. ഓരോ വോട്ടും പാഴാകാതിരിക്കാൻ അവസാന ഘട്ടത്തിലും പഴുതടച്ച പ്രചരണമാണ് കാസർഗോഡ് നടക്കുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആകെ 9 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണനും UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി ML അശ്വനിയും തമ്മിലാണ് പോര്. 2019 ഇടതിന്റെ കോട്ട പിടിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തെ വിജയത്തിന് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത്ര എളുപ്പമാകില്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാണ് വിലയിരുത്തൽ. MP എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെയ്ത വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ ഇടത് കോട്ടയായ തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും കഴിഞ്ഞ തവണ നേടിയ വോട്ട് നേടാൻ ആയില്ലെങ്കിൽ വോട്ട് ശതമാനം കുറയും. രാഷ്ട്രീയത്തിലുപരി ജനങ്ങളുമായി ഏറെ ആത്മബന്ധത്തിലാണെന്ന് സ്ഥാനാർത്ഥി പറയുന്നുണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 2019 വീണ്ടും ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഠിന പരിശ്രമമാണ് LDF നടത്തുന്നത്. പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമായിരുന്നു MV ബാലകൃഷ്ണൻ. 2019 പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകവും ശബരിമലയും തിരിച്ചടിയായി എന്ന് അംഗീകരിച്ച LDF-ന് അഭിമാന പോരാട്ടം എന്ന നിലയിലാണ് പ്രചാരണം നടത്തുന്നത്. CAക്കെതിരെ ഇടതുപക്ഷം ഉയർത്തിയ പ്രതിഷേധങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകളിലുണ്ടായ വിള്ളൽ പൂർണ്ണമായും നികത്തിയാണ് പ്രചരണം കൊഴുപ്പിക്കുന്നത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറണമെങ്കിൽ LDF അല്പം വിയർക്കേണ്ടി വന്നേക്കും. ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായി ML അശ്വിനി രംഗത്തെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പ് കളത്തിൽ പെട്ടെന്ന് ഇടം പിടിച്ചത് എതിരാളികളെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ് അശ്വിനിയുടെ ഗ്യാരണ്ടിയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ സ്ഥാനാർത്ഥി പരമാവധി വീടുകൾ കയറിയിറങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ കന്നി വോട്ടർമാരെയും നേരിട്ട് കണ്ടു. കാസർഗോഡ് BJPക്ക് വിജയസാധ്യത ഒരു ചോദ്യമാണെങ്കിലും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞാൽ അശ്വിനിക്ക് അഭിമാനിക്കാനാകും. റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.